Hello friends, welcome back to our channel Zoya Irony. ഞാൻ ജീന. ഞാനാണെങ്കിൽ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ഞങ്ങൾക്ക് എനിക്ക് നമ്മുടെ ക്യാമറാമാനും തണ്ടർബേർഡ് 350 ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ക്യാമറാമാൻ്റെ തണ്ടർബേർഡിലോട്ടുള്ള ഭയങ്കര പ്രേമം മൊത്തം ഉണ്ടല്ലോ. ഞങ്ങളുടെ ആ ഒരു വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷൻ പോലെ ക്യാമറാമാനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പോവാണ്. കാരണം എൻ്റെയാണ് വണ്ടി, പിന്നെ ഡ്രൈവറായിട്ട് ഒന്ന് നിർത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇതായിട്ട് നമ്മുടെ ക്യാമറമാൻ നമ്മുടെ വൈസർ ഫ്രണ്ടിൽ വെക്കുന്ന വൈസറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 1100 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ ബൈക്കിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. പാക്കിംഗ് നമ്പർ 1 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാക്കിംഗ് നമ്പർ 2. ഒരു ഹെവി പാക്കിങ്ങിന് ശേഷം ആദ്യം ഫസ്റ്റ് നമ്മൾ നട്ടും ബോൾട്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു വൈസർ മാത്രമായിട്ടാണ് നമ്മുടെ ക്യാമറമാൻ ഫുള്ളായിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആക്സസറീസും ഉണ്ട്. ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫുൾ 2-3 ടൈപ്പ് ഹെവി പാക്കിംഗ് ആണ് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആമസോണിൽ നിന്ന് ഫുൾ നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് കിട്ടിയത്. അപ്പോൾ ഫുൾ സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ടുള്ള ആദ്യം നമ്മുടെ ആദ്യത്തെ ടൂൾസ് കാര്യങ്ങൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് വിജയകരമായി. ഇനി നെക്സ്റ്റ് മെയിൻ സാധനത്തോട്ട് നമ്മുടെ സാധനം ഇതാ അൺപാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതും തുറക്കാം. യെസ്, യുറീക്ക, നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഇനി നമ്മുടെ വണ്ടി എങ്ങനത്തെ ഉള്ളതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടേത് തണ്ടർ 350 ആണ്. ഇതിൻ്റെ ഹാൻഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. സാധാരണ തണ്ടറിൻ്റെയൊക്കെ ഇച്ചിരി പൊക്കിയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിലാണ്. പക്ഷേ ഇതിനങ്ങനല്ല. ഇത് 350Xൻ്റെ ഒരു ഹാൻഡിൽ ടൈപ്പാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതിനൊന്ന് മോഡിഫൈ ചെയ്താലോ. അപ്പം മോഡിഫൈ ചെയ്യാൻ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റാവും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആലോചിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറാമാനെ പറ്റിയ ഒരു ചെറിയ മിനുക്ക് പരിപാടികളൊക്കെയാണ് മനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഘട്ടത്തിൽ ഒന്നാണ് നമ്മുടെ വൈസർ. അതിനെ കൂടുതൽ ചെറിയ മിനുക്ക് പരിപാടികളും ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ കുറച്ച് ഡീറ്റെയിലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ക്യാമറാമാനെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ക്യാമറമാനെ പരിചയപ്പെടുത്താൻ വേണം. നമ്മുടെ സോയ ഐറണിയുടെ സ്വന്തം ക്യാമറാമാൻ എഡിറ്റർ ഡയറക്ടർ ആണ് നമ്മുടെ ക്യാമറമാൻ. അപ്പം നമ്മൾ ക്യാമറാമാനിലോട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്വന്തം സോയ ഐറണിയിൽ എല്ലാമായ നമ്മുടെ ക്യാമറമാനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇതാ കമോൺ നമ്മുടെ ക്യാമറമാൻ. ഇനി ക്യാമറമാൻ്റെ പേര് ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, എല്ലാമായ സോയ ഐറണിയിലെ മെയിൻ താരം. ഞാൻ ചെറിയൊരു കുട്ടി മാത്രമേ ഇതിലെ. അപ്പം ഈ ക്യാമറമാൻ്റെ പേര് മിസ്റ്റർ ഷൈനു അലക്സാണ്ടർ. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ വണ്ടിയാണ്. പിന്നെ ഇത് എൻ്റെ ഡ്രൈവർ. ഇനിയിപ്പോൾ ഞാൻ മെക്കാനിക്കലും കൂടെ ആക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ശുഭമായിട്ട് നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് കൈമാറി പണി തുടങ്ങാൻ പറഞ്ഞേക്കാം അല്ലേ. അപ്പോൾ ഐശ്വര്യമായിട്ട് പണി തുടങ്ങിക്കോളൂ. ഡ്രൈവർ ഇനി മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല മെക്കാനിക്കൽ.
നമ്മുടെ ടൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാമറമാൻ വെളിയിൽ എടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് പോരട്ടെ. എന്തൊക്കെയാ ഇത്? ഹാൻഡിൽ ബാർ വെക്കുന്ന സാധനം. ഓ, ഇത് ഹാൻഡിൽ ബാർ ആണ്. 4 ക്ലിപ്സ്, 2 ക്ലിപ്പ്. ഓക്കെ, ഹാൻഡിൽ ബാറിൽ വെക്കുന്ന ക്ലിപ്സ് ആണ് ഇതിന് ഫസ്റ്റ്. പിന്നെ ഉള്ളത് ഈ ക്ലിപ്സ് എല്ലാം ഇതിൻ്റെ ഈ ഒരു റോഡ്സ് ഇല്ല, എൽ ഷേപ്പിലെ ഈ റോഡും പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ക്ലിപ്പും ആ വൈസറും കണക്ട് ആവുന്ന ഇതാണ് ക്ലിപ്സാണ്. അതിപ്പം മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. ഓക്കെ, ഈ നമ്മുടെ റോഡിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ലിപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറേ ക്ലിപ്സാണ്. വൈസറായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള കുറേ ക്ലിപ്സ് ഉണ്ടല്ലേ. പക്ഷേ ഈസിയാണ്, കാണുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്യാമറമാൻ ചെയ്യാം എന്നാണ് നമ്മൾക്ക് പ്രസ്താവിക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ഒന്നല്ല, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ബേസിക് ആയിട്ടുള്ളൊരു ക്ലിപ്പും കാര്യങ്ങൾ എന്താണ്. പിന്നെ അത് അല്ലാതെ ഞാൻ യൂട്യൂബിൻ്റെ സഹായം കുറേ എടുത്തായിരുന്നു. അതിന് മുമ്പ് ഞാൻ കുറേ ഇരുന്ന് തപ്പിയെടുത്ത്. ഓക്കെ, നമ്മുടെ ക്യാമറമാൻ എല്ലാ സത്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. യൂട്യൂബിൽ പോയി എല്ലാം ഫുൾ ചെക്ക് ചെയ്ത് ഫുൾ റിസർച്ച് ചെയ്തിട്ടാണ് ഇത് സ്വന്തമായിട്ട് പരിപാടിക്ക് ഇറങ്ങിയേക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനത്തെ മെക്കാനിക്കിനൊക്കെ മതി, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂലി ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളെ പണി എടുക്കണമല്ലോ. യെസ്, ഓഫ് കോഴ്സ്, കൂലിയില്ല എന്നാൽ പണിയെടുക്കണം. അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് എനിക്ക് ഈ ഫിറ്റ് ചെയ്ത് ക്യാമറമാൻ തരുമോ എന്നാണ് ഇനി എനിക്ക് അറിയേണ്ടത്. നോക്കാം. ഓക്കെ, ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ അറിയാം? ഇത് നട്ടും ബോൾട്ടും ഈ സാധനവും ഇതാണ്. ഇതിനെ ജോയിൻ ചെയ്യുന്നത് ഇതല്ല, വെച്ച് ഇവിടെ വെച്ച് നട്ടിട്ട് ഇത് ചെയ്യണം. നട്ടും ബോൾട്ടൊക്കെ ഇട്ട് നമ്മുടെ ആ റോഡ് ഫിറ്റ് ചെയ്യുവാണല്ലേ. അപ്പോൾ ആ നട്ടും ബോൾട്ടെല്ലാം സെപ്പറേറ്റ് ചെയ്തല്ലേ, എന്നിട്ട് ആ റോഡിനകത്ത് കയറ്റി ഫുൾ ടൈറ്റ് ചെയ്യാം അല്ലേ. യെസ്, ഹാൻഡിലിൻ്റെ ക്ലിപ്സ് അല്ലേ. അപ്പോൾ ആ ക്ലിപ്സ് ആദ്യത്തെ ആ ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സപ്പോർട്ടിങ് ക്ലിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പിൻ്റെ അകത്ത് റോഡ് വെച്ചിട്ടാണ് നമ്മുടെ ഏതായിരുന്നു നട്ടും ബോൾട്ടും ഫുള്ളായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ ലൂസായിട്ട് പിടിച്ചേക്കുവാണ്. ഇനി ഇതിനെ ടൈറ്റ് ചെയ്യാണ്. നോർമലായിട്ട് ലൂസായിട്ട് വെച്ചതിന് ശേഷം ഇതെല്ലാം സെറ്റ് ആയതിനു ശേഷമേ ടൈറ്റ് ചെയ്യാവും അല്ലേ. എന്നിട്ടിപ്പോൾ ഇത് വെച്ചു, ഇത് ലൂസാണ്. ഈ 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം ഇങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം വൈസർ അവിടെ ഫ്രണ്ടിൽ വന്ന് അതുകൂടെ സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എല്ലാത്തിനും ടൈറ്റ് ചെയ്യത്തുള്ളൂ. എന്നാലും നമുക്ക് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ലൂസായിട്ട് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് വിട്ടിട്ടില്ല. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 4 സൈഡിലല്ലേ, 4 സൈഡിലും വെച്ചതിന് ശേഷം വൈസറും വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ആ വൈസർ നമ്മുടെ ലെവലിൽ ഈ വണ്ടിയുടെ ലെവലിൽ വെക്കാൻ പറ്റും. നമ്മൾ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പാക്ക് ചെയ്ത് വന്ന സാധനം ഫുൾ വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിന് മെയിനായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യാമറമാൻ ചെയ്തേക്കുന്നത്. കാരണം ഇത് നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോഴത്തേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് റോഡ് വന്ന് മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാങ്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ റോഡ്സ് എല്ലാം നമ്മുടെ ആൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വരുന്നത് വൈസറിൻ്റെ ഇതിൽ നമുക്ക് ക്ലിപ്സും പിന്നെ നട്ടും പോയിട്ടുണ്ടല്ലേ ഇതിൽ തന്നെ. എന്നിട്ട് ഇതിൽ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്.
ഒത്തിരി ടൈറ്റ് ചെയ്തോ അത് വൈസറിലില്ലല്ലോ? ഒന്നും ചെറിയ എല്ലാം ലൂസാണ്. ഒത്തിരി ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഫൈബർ ഐറ്റം ആയതുകൊണ്ട് ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോവും അല്ലേ? അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയം നേരെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുൾ വൈസർ ഫുൾ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ ഈ റോഡ് ഞങ്ങൾ വെച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് ഇറങ്ങിപ്പോയി, ഒന്ന് വെക്കുമ്പോൾ ഒന്ന് ഇറങ്ങിപ്പോവും, മറ്റത് കയറ്റുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോവും. ഇതെല്ലാം മാറി മാറി പോകുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ തന്നെ ചിരിച്ച് ഒരു പരുവായി നമ്മുടെ മെക്കാനിക്ക് ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ ഇത് കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്നാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു എനിക്ക്. കാരണം ഇത് കറക്റ്റായിട്ട് പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്ന് പൊങ്ങിപ്പോവും, പിന്നെ അങ്ങോട്ട് ഇതും സെയിം ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ എടുത്ത്, പിന്നെ മെയിൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടിൻ്റെ ഒരു ഡിഫറൻസ്, കുറച്ച് ഗ്യാപ്പ് വെച്ചേക്കണം, ഒരു 10 mm ഗ്യാപ്പ് വെച്ചേക്കണം, അതിൽ കൂടുതൽ. അപ്പം ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇതെല്ലാം മാറ്റി ഫുൾ റെഡിയായി. ഇനി ഒരു ചെറിയ ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോപ്പ് ഇതിൽ ചുറ്റിയിട്ടുണ്ട്, ഇതും സെയിം ഇതിൽ തന്നെ ചെയ്തത്. പിന്നെ സൈലൻസറിലും ഒരു വ്രാപ്പ് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ഓൾമോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ തണ്ടർ 350 ഒരു ഫുൾ കെൻഗേമമായിട്ടുണ്ട്. ബൈക്ക് തന്നെ ആണെങ്കിലും തണ്ടർ 350 അല്ല, അത് എഴുതി വെച്ചേക്കുന്ന വായിച്ചു, തണ്ടർബേർഡ് 350. സോറി, വണ്ടി എൻ്റേതാണല്ലോ, ചെറിയ മിസ്റ്റേക്സുകൾ നമ്മുടെ ക്യാമറാമാൻ പറഞ്ഞു തന്നാലേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത്. അപ്പം നമുക്കിനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോയിൽ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. പിന്നെ ഇനി നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വരുന്നിടം വരെ ബൈ.